ട്രെൻഡിംഗ് നൗവിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. രാഹുൽ മാങ്കൂട്ടത്തിന് വീണ്ടും കുരുക്ക്. രാഹുലിനെതിരെ പരാതിക്കാരിയുടെ ഭർത്താവ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ കുടുംബജീവിതം തകർത്തെന്നാണ് പരാതിക്കാരിയുടെ ഭർത്താവ് പറയുന്നത്. മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ആദ്യ ലൈംഗികാതിക്രമ കേസിലെ രണ്ടാം പ്രതി ജോബി ജോസഫിന്റെ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് ഇന്ന്. രാഹുലിന്റെ നിർദ്ദേശപ്രകാരം ഗർഭഛിദ്രത്തിനുള്ള ഗുളിക കൈമാറിയത് ജോബി ജോസഫ് എന്ന പരാതിക്കാരി. വിധി പറയുക തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. മുൻമന്ത്രി ആന്റണി രാജുവിന് കുരുക്ക്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ കുറ്റക്കാരനെന്ന് കോടതി വിധി പറഞ്ഞത് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. ആന്റണി രാജുവും കോടതി ക്ലർക്കായിരുന്ന ജോസും കുറ്റക്കാരെന്ന കോടതി കണ്ടെത്തൽ. ശിക്ഷാവിധി ഉച്ചയ്ക്ക് ശേഷം. കേറ്ററ്റ് നിർബന്ധമാക്കിയ ഉത്തരവ് സർക്കാർ മരവിപ്പിച്ചു. സർക്കാർ തീരുമാനം അധ്യാപക സംഘടനയുടെ പ്രതിഷേധത്തെ തുടർന്ന് അധ്യാപകർക്ക് കേറ്ററ്റ് നിർബന്ധമാക്കണമെന്ന ഉത്തരവ് സർക്കാർ ഇറക്കിയത് ഇന്നലെ. സംസ്ഥാനത്ത് വാഹനാപകടങ്ങളിൽ 2 മരണം. പത്തടിപ്പാലത്ത് ദേശീയപാതയിൽ കാർ ബൈക്കിലേക്ക് ഇടിച്ചുകയറി. ബൈക്ക് യാത്രികൻ മരിച്ചു. തൃശൂർ നെല്ലായിയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് യുവാവ് മരിച്ചു. മലപ്പുറം വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ സ്വിഫ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് 4 പേർക്ക് പരിക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയുമായി അതിജീവിതയുടെ ഭർത്താവ് രംഗത്ത്. രാഹുൽ കുടുംബജീവിതം തകർത്തെന്ന് DGPക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകി. തന്റെ അസാന്നിധ്യം അവസരമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ പരാതിക്കാരിയെ വശീകരിക്കുകയായിരുന്നു. വിവാഹിതയാണെന്ന് അറിഞ്ഞിട്ടും രാഹുൽ തന്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചെന്നും സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ പറയുന്നു. രജീഷ് നരിക്കുനി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രജീഷ്, ഇതിപ്പോൾ പുതിയ പരാതിയാണോ അതോ നേരത്തെ വന്നിട്ടുള്ള പരാതികളിൽ വന്നിട്ടുള്ള മാറ്റമാണോ? അവണി, രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ വീണ്ടും പുതിയ പരാതിയുമായാണ് ഇപ്പോൾ നേരത്തെ ലൈംഗിക അതിക്രമത്തിന് ഇരയായ പെൺകുട്ടിയുടെ ഭർത്താവാണ് ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുന്നത്. നേരത്തെ പെൺകുട്ടി പരാതി നൽകിയിരുന്നു. അതിന് പുറത്ത് ഇപ്പോൾ ഭർത്താവ് കൂടിയാണ് പരാതി നൽകിയിട്ടുള്ളതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും ഈ പരാതി നൽകിയിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ കുടുംബജീവിതം തകർത്തെന്നും യഥാർത്ഥ ഇര താനാണെന്നുമാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. തന്റെ ദാമ്പത്യ ജീവിതം നശിപ്പിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടം ചെയ്തിട്ടുള്ളത്. യുവതി വിവാഹിതയാണെന്ന് അറിഞ്ഞിട്ടും പ്രതി ലൈംഗിക താല്പര്യത്തോടു കൂടിയും ഇപ്പൊ തന്നെ ലൈംഗിക വൈകൃതം കൊണ്ടും ഇത്തരം തെറ്റ് നടത്തിയതെന്നും ഈ പരാതിയിൽ പറയുന്നു. മനഃപൂർവ്വം തന്റെ കുടുംബജീവിതം തകർക്കാനാണ് അയാൾ ശ്രമിച്ചത്. അച്ഛനും അമ്മയുടെയും ഏക മകനായ അവരുടെ കാര്യങ്ങൾ നോക്കാനായി പാലക്കാട്ടേക്ക് വരികയും വരികയും ചെയ്തിട്ടുണ്ട്. തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ചെറിയ സൗന്ദര്യ പിണക്കങ്ങളെ പ്രതി മുതലെടുക്കുകയായിരുന്നെന്നും രാഹുലിന്റെ വാദങ്ങളെല്ലാം തെറ്റാണെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. താൻ നാട്ടിലില്ലാത്ത സമയം അത് രാഹുൽ മാങ്കൂട്ടം മുതലാക്കുകയായിരുന്നെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. തനിക്കും കുടുംബത്തിനും ഉണ്ടായ അവസ്ഥ മറ്റൊരാൾക്കും ഉണ്ടാകാതിരിക്കാനാണ് ഇത്തരം ഒരു പരാതി ഇപ്പോൾ നൽകുന്നത്. തനിക്കുണ്ടായ മാനനഷ്ടത്തിനും സാമ്പത്തിക നഷ്ടത്തിനും യുവതിക്കുണ്ടായ മോശം അനുഭവത്തിന്മേലും പ്രതിക്കെതിരെ BNS സെക്ഷൻ 84 പ്രകാരം ചെയ്ത കുറ്റങ്ങൾ നടപടി സ്വീകരിക്കണമെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. തെളിവുള്ളതിനാൽ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകണമെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഇതിനായി ഫോൺ രേഖകളടക്കം താൻ അന്വേഷണ സംഘത്തിന് മുമ്പിൽ നൽകാൻ തയ്യാറാണെന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. യുവതി നൽകിയ ലൈംഗിക പീഡന പരാതിയിലും മറ്റൊരു യുവതി നൽകിയ ലൈംഗിക പരാതിയിലും രാഹുൽ മാങ്കൂട്ടത്തിന് നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ ലഭിച്ചിരുന്നു. ഈ പരാതിയിൽ എന്തായിരിക്കും പോലീസ് നടപടി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കെ ഇത്തരം ഒരു പരാതി കൂടി നേരത്തെ ഇത്തരത്തിൽ പരാതി ഉയർത്തിയ പെൺകുട്ടിയുടെ ഭർത്താവും ഇത്തരത്തിലൊരു പരാതിയുമായി മുന്നോട്ട് വരുമ്പോൾ ഏത് തരത്തിലായിരിക്കും ഇതിനെ രാഷ്ട്രീയപരമായി അടക്കം നേരിടുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വിവാഹിതയാണ് അറിഞ്ഞിട്ടും തന്റെ ഭാര്യയുമായി വടിവിട്ട
ബന്ധം രാഹുൽ സ്ഥാപിച്ചെന്ന് ഈ പരാതിയിൽ പറയുന്നുണ്ട്. തനിക്ക് വലിയ മനനഷ്ടം ഉണ്ടാകുകയും കുടുംബജീവിതം തകർക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ഈ പ്രശ്നത്തിൽ പറയുന്നുണ്ട്. പ്രശ്നം പരിഹരിക്കാൻ ഇടപെട്ടു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ വാദം പൂർണ്ണമായും തെറ്റാണെന്നാണ് യുവതിയുടെ ഭർത്താവ് പറഞ്ഞിരിക്കുന്നത്. പ്രശ്നം പരിഹരിക്കാനായിരുന്നെങ്കിൽ രാഹുൽ എന്തുകൊണ്ട് തന്നെ ബന്ധപ്പെട്ടില്ലെന്ന ചോദ്യവും ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്നുണ്ട്. പരാതിയും കേസുമായി യുവതി മുന്നോട്ട് പോയപ്പോൾ സംഭവത്തിൽ യഥാർത്ഥ ഇര താനാണെന്നും വലിയ സൈബർ ആക്രമണം തനിക്ക് നേരിടേണ്ടി വന്നെന്നും ഭർത്താവും തന്നെ ഈ പരാതിയിൽ പറയുന്നുണ്ട്. തന്നെ വ്യക്തിപരമായ തേജോവധം ചെയ്തു, മാനസികമായി തളർത്തി താൻ കേസുമായി മുന്നോട്ട് പോകുമെന്നും ആവശ്യമായെങ്കിൽ കൂടുതൽ തെളിവുകൾ കൈമാറുമെന്നും ഈ യുവതിയുടെ ഭർത്താവും നൽകിയിരിക്കുന്ന പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. നേരത്തെ യുവതിയുടെ പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം ഭർത്താവിന്റെ മൊഴിയെടുത്തിരുന്നു. രാഹുലിനെതിരെ നിലവിൽ 2 കേസുകൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു കേസിൽ കൂടി പോലീസ് നടപടി സ്വീകരിക്കുകയാണെങ്കിൽ രാഹുലിനെതിരെ ഉയരുന്ന 3ാമത്തെ കേസായി ഇത് മാറുകയും ചെയ്യും. അതായത് രജീഷ് മനസ്സിലാക്കുന്നത് ഇതിനു മുൻപ് 2 പരാതികൾ എത്തിയിരുന്നല്ലോ, അതിൽ ഒരു യുവതിയുടേതാണോ, ഭർത്താവാണോ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്? കാരണം നേരത്തെ ആദ്യം പരാതി നൽകിയ പെൺകുട്ടിയുടെ ഭർത്താവാണ് ഇപ്പോൾ പുതിയ പരാതി മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവിക്കും നൽകിയിരിക്കുന്നത്. BNS 84 പ്രകാരം കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. രാഹുൽ മങ്കൂട്ടത്തിൽ പാലക്കാട് വീണ്ടും മത്സരിക്കുന്ന ചർച്ചകൾക്കിടയിലാണ് ഇത്തരമൊരു പരാതി കൂടി എത്തുന്നതെന്നതും ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും നമുക്കറിയാം, കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക പരാതി. നിരവധി ദിവസം രാഹുൽ മാങ്കൂട്ടം ഒളിവിൽ പോകുന്ന ഒരു സാഹചര്യം കൂടി ഇതിനു മുമ്പിൽ ഉണ്ടായിരുന്നു. വിവാഹിതയാണ് അറിഞ്ഞിട്ട് പോലും തന്റെ ഭാര്യയുമായി വടിവിട്ട് ബന്ധം സ്ഥാപിച്ചെന്നാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, രജീഷ് നരിക്കുനിയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ രാഹുൽ ഈശ്വർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാഹുൽ ഈശ്വർ, ഇപ്പോൾ പുതിയ പരാതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വരുന്നത്. 2 ലൈംഗിക പരാതികൾ ഉണ്ടായിരുന്നു. അതിൽ ആദ്യമായി പരാതി നൽകിയ യുവതിയുടെ ഭർത്താവാണ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ കേസൊക്കെ എങ്ങനെയാകും മുന്നോട്ട് പോവുക? രാഹുലിന് വലിയൊരു തിരിച്ചടിയാവുകയല്ലേ ഈ ഭർത്താവും കൂടെ രംഗത്തെത്തുന്ന ഈ ഒരു സാഹചര്യത്തിൽ? ഞാൻ ഒരു കാര്യം ഈ അവസരത്തിൽ ചോദിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. പക്ഷെ ആ പെൺകുട്ടി കല്യാണം കഴിച്ചതാണെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ? ആ പെൺകുട്ടി കല്യാണം കഴിച്ചതാണെന്നുള്ള വാർത്ത നമ്മുടെ എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും മറച്ചു വെക്കുകയും അത് തുറന്നു പറയുകയും ചെയ്തതിനാണ് എനിക്കെതിരെ നടപടി ഉണ്ടായത്, കള്ളക്കേസുകൾ ഉണ്ടായത്. ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി, ആ പെൺകുട്ടിയുടെ ചിത്രം ഇട്ടു എന്നൊക്കെ വ്യാജമായി കേസെടുക്കുകയും അത് നിക്കാത്തോട് പിന്നീട് അധിക്ഷേപിക്കുകയും ചെയ്തു എന്ന് പറയുന്നത്. ആ പെൺകുട്ടി മാരീഡാണ് എന്ന് മാഡത്തിനും മുഖ്യധാരാ മാധ്യമങ്ങൾക്കും ബോധ്യമായില്ലേ? ഇത്രയും നാള് നമ്മുടെ മീഡിയക്കാർ ഈ വസ്തുത പൊതുജനങ്ങളിൽ നിന്നും മറച്ചു വെക്കുകയല്ലേ ഉണ്ടായത്. ഇനി 2, 1 മാസം കഴിഞ്ഞ ആ പെൺകുട്ടി കല്യാണം ഒഴിഞ്ഞു എന്നാണല്ലോ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. എന്താ കല്യാണം ഒഴിഞ്ഞിട്ട് ഇപ്പോഴും ഭർത്താവാണോ മറ്റേ അദ്ദേഹം? ഇനി 3, അതായത് ഇതിന്റെ പുറകിലുള്ള കള്ളത്തരങ്ങൾ എന്തൊക്കെയാണെന്ന് വെളിവായി വരികയാണ്. രാഹുൽ ഈശ്വർ പറഞ്ഞ ഓരോ വാക്കും സത്യമാണെന്ന് വരികയാണ്. ആ പെൺകുട്ടി മാരീഡ് ആയിരുന്നു. ആ പെൺകുട്ടി ഇതുവരെ ഡിവോഴ്സ്ഡ് അല്ല, വ്യാജ പരാതിക്കാരിയാണ് എന്ന കാര്യം തെളിയുകയാണ്. 3, പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം, രാഹുൽ മാങ്കൂട്ടത്തിനെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ആ ചെറുപ്പക്കാരനെ, യഥാർത്ഥത്തിൽ ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ ഞാൻ സപ്പോർട്ട് ചെയ്യും. വേറൊന്നും കൊണ്ടല്ല, അയാളാണ് അനീതി നേരിട്ടത്. ആ ചെറുപ്പക്കാരനാണ് തന്റേതല്ലാത്ത ഒരു തെറ്റും തന്റെ ഭാഗത്ത് ഇല്ലാഞ്ഞിട്ടും പലപ്പോഴും രാഹുലിന്റെയും മറ്റ് പെൺകുട്ടിയുടെയും ആക്ഷൻസ് കൊണ്ട് ജീവിതത്തിന് മുറിവേറ്റതും അയാളുടെ ലൈഫിനും മനസ്സിനും ആത്മാവിനും മുറിവേറ്റതും ആ ചെറുപ്പക്കാരനാണ്. കൊണ്ട് ആ ചെറുപ്പക്കാരനെ പൂർണ്ണമായി പിന്തുണയ്ക്കും. പരാതിക്ക് എത്രമാത്രം കഴമ്പുണ്ടെന്ന് പോലീസും കോടതിയും തീരുമാനിക്കട്ടെ. ഇപ്പൊ അഡൾട്ടറി അടക്കമുള്ള കാര്യങ്ങൾ നമ്മുടെ കോടതികൾ ഡീക്രിമിനലൈസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിന്റെ പേരിൽ ആക്ഷൻ ഉണ്ടാകുമോ എന്നറിയില്ല. പക്ഷേ ആ ചെറുപ്പക്കാരന്റെ വേദന നമ്മൾ എല്ലാവരും കേൾക്കേണ്ട വേദനയാണ്. കാര്യം യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ നിരപരാധിയായിരുന്നിട്ടും അയാളുടെ ജീവിതവും അയാളുടെ സമ്പത്തും അയാളുടെ അഭിമാനവും അയാളുടെ കുടുംബവും ഒക്കെ തകർന്നത് ഇത് കാരണമാണ്. അദ്ദേഹത്തിന്റെ പരാതിയുടെ പൂർണ്ണ കോപ്പി കിട്ടിയിട്ടില്ല, ഞാനിപ്പോ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം എന്തായാലും വ്യക്തമാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണോ തെറ്റുകാരൻ? ആ വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിൽ തന്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധമുണ്ട് എന്ന് പറയുന്നതിനർത്ഥം ആ ഭാര്യയ്ക്കും ബന്ധമുണ്ടായിരുന്നു എന്നല്ലേ? എന്റെ ധാരണ ശരിയാണെങ്കിൽ ആ പരാതിയിൽ തന്റെ ഭാര്യയെ ആക്രമിച്ചു എന്നോ ബലാത്സംഗം ചെയ്തു എന്നോ ഒന്നും അല്ല പരാതി കൊടുത്തിരിക്കുന്നത്. ഭാര്യയുമായി ബന്ധം ഉണ്ടായിരുന്നു എന്നാണ്. അപ്പം കൺസെന്റോടുകൂടി ഭാര്യയുമായിട്ട് ബന്ധമുണ്ടെന്ന് തന്നെയല്ലേ അതിനർത്ഥം? ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയായി വരികയല്ലേ? ദിലീപ് കേസിനെ പോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലും ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയായി വരികയാണെന്ന് മാധ്യമലോകം ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലതാണ്. പക്ഷേ രാഹുൽ ഈശ്വർ, ഈ ഒരു കേസിൽ ആ യുവതി വിവാഹിതയല്ല എന്നൊരു മാധ്യമങ്ങളും പറഞ്ഞിട്ടില്ലല്ലോ. വിവാഹം കഴിഞ്ഞിരുന്നു എന്നും അതിനുശേഷം ഈ ബന്ധം വേർപെടാനായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് എന്നുമല്ലേ പറഞ്ഞിരുന്നത്? മാഡത്തിന്റെ പ്രേക്ഷകർ കേൾക്കട്ടെ, വിവാഹിതയാണെന്ന് ഒരു മാധ്യമമെങ്കിലും പറഞ്ഞു?
നമ്മൾ എന്താ കള്ളം പറയുന്നത്? ഇല്ല, രാഹുൽ ഈശ്വർ മാത്രമാണ് ആ പെൺകുട്ടി വിവാഹിതയാണെന്ന് പറഞ്ഞത്, ശരിയല്ലേ? ഇനി രണ്ട്, ഞാനത് പറഞ്ഞപ്പോ മീഡിയക്കാർ അതിനെ, പ്രമുഖ മീഡിയകളടക്കം കവറപ്പ് ചെയ്യാൻ എന്തുകൊണ്ടെന്ന് അറിയാമോ? ആ പെൺകുട്ടി 1 മാസത്തിന് ശേഷം കല്യാണം ഒഴിഞ്ഞു എന്ന്. എന്താണ് ഈ കല്യാണം ഒഴിയുക എന്ന പരിപാടി? കള്ളത്തരം പറയുന്നതിനൊരു മാന്യതയും മര്യാദയും വേണ്ടേ? എന്താണ് കല്യാണം ഒഴിയുക എന്ന പരിപാടി? അഥവാ കല്യാണം ഒഴിഞ്ഞെങ്കിൽ ഇപ്പോഴും ഇയാൾ, അല്ലെങ്കിൽ നമ്മുടെ ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ, ആ നന്മയുള്ള പാവപ്പെട്ട ചെറുപ്പക്കാരൻ ഇപ്പോഴും ഭർത്താവുന്നത് എങ്ങനെയാണ്? അപ്പോ കള്ളത്തരങ്ങൾ പൊളിഞ്ഞു വീഴുകയല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ തീർച്ചയായിട്ടും ആ പയ്യനെ, അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരനെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തു എന്ന് തന്നെ പറയണം. കാര്യം വേറൊന്നും കൊണ്ടല്ല, ആ ചെറുപ്പക്കാരൻ ഇതൊന്നും അറിയുന്നില്ല. ആ ചെറുപ്പക്കാരന്റെ ജീവിതത്തെ ഏറ്റവും സാരമായി ബാധിച്ചതാണ്. അതിന് ആ ചെറുപ്പക്കാരനോടൊപ്പം തന്നെയാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരുമായിട്ടായിരുന്നു ബന്ധം ഉണ്ടായിരുന്നത്? ആ പെൺകുട്ടിക്ക് ഇതിൽ കുറ്റമൊന്നുമില്ലേ? ആ പെൺകുട്ടി ഇതിൽ തെറ്റുകാരിയല്ലേ? അതെന്താ അങ്ങനെ അല്ലാത്തത്? അപ്പോൾ ഈയൊരു കേസ് കൂടെ മുന്നിലേക്ക് വരുമ്പോൾ താങ്കളുടെ പേരിലുള്ള കേസിനെ ഇത് അനുകൂലമായി ബാധിക്കാമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടോ? എന്റെ പേരിലുള്ള കേസ് വെറും കള്ളക്കേസാണ്. അതൊന്നും കോടതി നിൽക്കില്ല. ഇലക്ഷൻ ആയതുകൊണ്ടും CPM ഈ സ്ത്രീ സുരക്ഷയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ കൊന്നുകളയുന്നു എന്ന് പറയുന്ന സാധനമൊക്കെ മുഖ്യമന്ത്രി അടക്കം എടുത്തെറിയാൻ വേണ്ടി അതിനെ എതിർക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ആ സമയത്ത് സോഷ്യൽ മീഡിയ മുഴുവൻ സൈലന്റ് ആയി. ഇലക്ഷന് വേണ്ടിയുള്ള ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്തത്. എനിക്കതിൽ ദേഷ്യമൊന്നുമില്ല. നാളെ CPMകാർക്കെതിരെ എന്തെങ്കിലും ഇതേപോലെ കള്ളപ്പരാതി വന്നാൽ ഞാൻ ഒന്നും അവരെ സപ്പോർട്ട് ചെയ്യും. അതിനൊന്നും ഒരു സംശയമില്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കള്ളത്തരങ്ങളാണ്. താങ്കളുടെ ചാനൽ കാണുന്ന നമ്മുടെ നാട്ടിലെ മലയാളികളെ ശ്രദ്ധിക്കേണ്ട 3 പോയിന്റുകൾ. ഒന്ന്, ഈ പെൺകുട്ടി വിവാഹിതയാണ് എന്ന് രാഹുൽ ഈശ്വർ പറഞ്ഞതിന്റെ സ്ഥിരീകരണമാണിത്. ഇനി ആർക്ക സംശയം വേണ്ട, വിവാഹിതയാണ്. 2, ഇപ്പോഴും കല്യാണം ഒഴിഞ്ഞിട്ടില്ല, ഡിവോഴ്സ് ആയിട്ടില്ല. കല്യാണം ഒഴിയാന്നൊരു പരിപാടിയില്ല. വിവാഹമോചനമായിട്ടില്ല, ഡിവോഴ്സ് ആയിട്ടില്ല. ഞാൻ പറഞ്ഞ രണ്ടാമത്തെ സത്യം, അതിനും സ്ഥിരീകരണമാണ്. പക്ഷെ 3, നമ്മൾ ആ ചെറുപ്പക്കാരനോടൊപ്പം നിൽക്കണം. വേറൊന്നും കൊണ്ടല്ല, അവന്റെ ജീവിതമാണ് തകർന്നത്. സാധാരണ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി നമ്മളെയൊക്കെ പോലെ ജനിച്ചു വളർന്ന പയ്യനാണ്. അപ്പൊ അവന്റെ ജീവിതത്തിലെ സമ്പാദ്യം, അവന്റെ വീട്ടുകാരുടെ വിഷമം, അവന്റെ അച്ഛന്റെയും അമ്മയുടെയും കുടുംബക്കാരുടെയും വിഷമം, അവരനുഭവിച്ച നാണക്കേട്, എന്തൊക്കെ കാര്യങ്ങൾ ആ പാവം ചെറുപ്പക്കാരൻ നേരിട്ടു. അതുകൊണ്ട് ആ ചെറുപ്പക്കാരനോടൊപ്പം തന്നെയാണ്. അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെങ്കിൽ മറ്റേ പെൺകുട്ടിയും കൂടെ കുറ്റക്കാരിയല്ലേ? ആ ചോദ്യം നമ്മൾ ഓരോരുത്തരും ചോദിക്കണം. ആ പെൺകുട്ടി മദർ തെരേസയൊന്നും അല്ലല്ലോ. നമുക്ക് ഇപ്പോഴെങ്കിലും മനസ്സിലായി എന്ന് കരുതുന്നു. ശരി, വളരെയധികം നന്ദി ശ്രീ രാഹുൽ ഈശ്വർ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. ഇപ്പോൾ കോൺഗ്രസ് വക്താവായ അനൂപ് വിആർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ അനൂപ്, ഈ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും മത്സരിക്കുമോ എന്നുള്ളൊരു അഭ്യൂഹമൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യമായി പരാതി നൽകിയ യുവതിയുടെ ഭർത്താവ് തന്നെ രംഗത്തെത്തുന്നത്. ഇനിയിപ്പോൾ എങ്ങനെയാകും ഈ ഒരു കേസ് മുന്നോട്ട് പോവുക? അതുപോലെ തന്നെ പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടാകാനുണ്ടോ? ആദ്യമേ തന്നെ പറയട്ടെ, സ്ഥാനാർത്ഥിത്വവുമായി ഒരു ചർച്ചയിലേക്ക് കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി കടന്നിട്ടില്ല. ഇത്തരം അഭ്യൂഹങ്ങൾക്കൊന്നും ഒരു അടിസ്ഥാനവുമില്ല. ആ അഭ്യൂഹങ്ങളോട് പ്രതികരിക്കേണ്ട ഒരു ബാധ്യതയും പാർട്ടിക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി രാഷ്ട്രീയമായ തീരുമാനമെടുത്തിട്ടുണ്ട്. അപ്പൊ ആ വിഷയങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം പറയേണ്ട ഒരു ബാധ്യതയും നിലവിലില്ല. ഇന്ന് കേരളത്തെ സംബന്ധിച്ച് LDFന്റെ ഭാഗമായ ഒരു MLA ജയിലിൽ പോകുന്ന ദിവസമാണ്. അതിനെക്കുറിച്ചാണ് മാധ്യമങ്ങൾ ചർച്ച ചെയ്യേണ്ടത്. അത് കൂടുതൽ ഈ വിഷയത്തിൽ പ്രതികരണമുണ്ട്. ശരി, വളരെയധികം നന്ദി അനൂപ് വിആർ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആദ്യം പരാതി നൽകിയ യുവതിയുടെ ഭർത്താവ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. രാഹുലിനോടെ കുരുക്ക് വീണ്ടും മുറുകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. തന്റെ കുടുംബജീവിതം തകർത്തെന്ന് മുഖ്യമന്ത്രിക്കും DGPക്കുമാണ് ഈ പെൺകുട്ടിയുടെ ഭർത്താവ് പരാതി നൽകിയിട്ടുള്ളത്. രാഹുലിനെതിരെ BNS 84 പ്രകാരം കേസ് എടുക്കണമെന്നാണ് ഈ പരാതിക്കാരിയുടെ ഭർത്താവിന്റെ ആവശ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ തങ്ങളുടെ ബന്ധം വഷളായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനിടയിൽ പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് യുവതിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് എന്നാണ് ഈ ഭർത്താവ് പറയുന്ന ഒരു വാദം. എന്നാൽ ഒരിക്കൽ പോലും ഈ ഒരു കാര്യം പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ബന്ധപ്പെട്ടിട്ടില്ല എന്നും അദ്ദേഹം നൽകിയ പരാതിയിൽ പറയുന്നുണ്ട്. വിവാഹിതയാണെന്ന് അറിഞ്ഞിട്ടാണ് രാഹുൽ തന്റെ ഭാര്യയുമായി ബന്ധം സ്ഥാപിച്ചതെന്നും പരാതിയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഇടതു സഹയാത്രികനായ റെജി ലൂക്കോസ് കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, ഈ ആദ്യമായി പരാതി നൽകിയ യുവതിയുടെ ഭർത്താവാണ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. ഇവർ വിവാഹിതയാണെന്ന് അറിഞ്ഞാണ് രാഹുൽ തന്റെ ഭാര്യയുമായി ബന്ധം സ്ഥാപിച്ചതെന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഇനിയിപ്പോൾ എങ്ങനെയാകും ഈ കേസ് വീണ്ടും മുന്നോട്ട് പോവുക? രാഹുലിന് കുരുക്ക് മുറുകുകയല്ലേ? തീർച്ചയായിട്ടും, സംശയമൊന്നുമില്ല. അയാള് കുരുക്ക് മുറുക തന്നെ മാത്രമല്ല, അയാളിൽ നിന്നൊരു നല്ല വാർത്ത കേരളം ഇനി കേൾക്കാൻ പോലും പോകുന്നില്ല. ഒരു ഭർത്താവുള്ള ഒരു യുവതിയെ അയാൾ ജീവിച്ചിരിക്കെ വിവാഹമോചന
ഡൈവേഴ്സ് പോലും ചെയ്യാതെ കൊണ്ട് അയാൾ ജീവിച്ചിരിക്കെ ഭാര്യയെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയും ക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയാക്കുകയും ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചോളം നിയമത്തിന്റെ കുരുക്ക് മുറിവുള്ള ആരും തർക്കമില്ല. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ അയാളിൽ നിന്നും ഒരിക്കലും ഒരു നല്ല വാർത്ത കേരളം കേൾക്കത്തില്ല. കേരളത്തിനെ സംബന്ധിച്ചോളം, കേരളത്തിലെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചോളം, പൊതു സംസ്കാരത്തെ സംബന്ധിച്ചോളം അയാളൊരു ബാധ്യതയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അയാളിൽ നിന്ന് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇത്രയും നാളായിട്ട് MLA ഒരു പദവി വഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഒരു നല്ല വാക്ക്, ഒരു നല്ല വാർത്ത അയാളിൽ നിന്ന് കിട്ടാനായിട്ടുള്ള ഭാഗ്യം ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഉണ്ടായിട്ടില്ല, കേരളത്തിനുണ്ടായിട്ടില്ല. നിശ്ചയമായിട്ടും അയാളുടെ ഭാവി തുലാസിലാണ്. ആ ഭർത്താവിന്റെ പരാതിയിൽ അന്വേഷണം നടന്നിട്ടുണ്ടെങ്കിൽ BNS പ്രകാരം അയാൾക്ക് 2 വർഷത്തേക്ക് ശിക്ഷ കിട്ടാനുള്ള തെറ്റാണ് അയാൾ ചെയ്തിരിക്കുന്നത്. അതിലേക്ക് തന്നെ ആ അന്വേഷണം എത്തിച്ചേരും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇതിന്യായ പീഠം ഇയാളുടെ ചെയ്തികൾ കൃത്യമായ രീതിയിൽ അവലോകനം ചെയ്ത് അയാൾക്ക് ശിക്ഷ വാങ്ങി നൽകണമെന്നുള്ള മാത്രമാണ് ഒരു പൊതുസമൂഹത്തിന്റെ പ്രതിനിധി എന്നതിലേക്ക് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റത്തുള്ളൂ. ഇതിപ്പോൾ ഈ പാലക്കാട് വരുന്ന തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമാകുമോ എന്നുള്ളൊരു ചർച്ചകളൊക്കെ നിലനിൽക്കുന്ന സമയത്താണ് വീണ്ടും ഈ ഒരു പരാതി രാഹുലിനെതിരെ ഉയർന്നു വരുന്നത്. ഇപ്പോൾ കൂടുതൽ അനിശ്ചിതത്വങ്ങളിലേക്ക് രാഹുലിനെ തള്ളിവിടുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് ലജ്ജയില്ലാത്ത ഒരാളാണ്. കാരണം ജനങ്ങളെ വെറുത്ത് പാർട്ടി പുറത്താക്കി തെരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളുടെ മുമ്പിൽ പരിഹാസനായിട്ട് വീണ്ടും അയാളോട് നിറയാന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിനോടും കേരളത്തിലെ വോട്ടർമാരോടും കേരളത്തിലെ പൊതു ജീവിതത്തോടും കാണിക്കുന്ന ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ അയാൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അയാൾ മത്സരിക്കാനുള്ള കോപ്പ് കൂട്ടുന്നതായിട്ട് അറിയുന്നത്. അയാൾ മത്സരിക്കട്ടെ, അയാൾക്ക് നിയമപരമായിട്ട് മത്സരിക്കാനുള്ള അവകാശമുള്ള മത്സരിക്കട്ടെ. പക്ഷെ ജനങ്ങൾ അയാളെ തിരസ്കരിക്കുന്ന കാര്യം യാതൊരു തർക്കമില്ല. എന്തായാലും ഒരു പൊതുശല്യമായി, പൊതുസമൂഹത്തിന് ഭീഷണിയായി അദ്ദേഹം പടർന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ വളർന്നു കഴിഞ്ഞു. അത് തന്നെയാണ് KC വേണുഗോപാലിന്റെ ഭാര്യ ഡോക്ടർ ആശ. ഇയാളെ ഭയന്നിട്ട് സ്ത്രീകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത കമന്റ് തന്നെ സോഷ്യൽ മീഡിയയിൽ ഇട്ടത്. അതാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. എന്നിട്ടും അയാൾക്ക് ഒരു ഉളുപ്പുമില്ല. അതുകൊണ്ട് ഉളുപ്പുള്ള ഒരു ജനപ്രതിനിധിയാണെന്നുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയല്ലോ. ഒന്നിൽ കൂടുതൽ സ്ത്രീകളുടെ ജീവിതം തകർത്ത് സ്ത്രീകളെ വേട്ടയാടി ഒടുവിൽ ഒളിജീവിതം പോലും നയിക്കേണ്ട വന്നയാൾ ഇപ്പൊ ജാമ്യവ്യവസ്ഥയിലാണ് പുറത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അയാളെ സംബന്ധിച്ചുള്ള നാളുകളിൽ അയാള് ജനത്തിനോടും നീതിന്യായ വ്യവസ്ഥയോടും അയാൾ മറുപടി പറയേണ്ടി വരും. അതനുസരിച്ചുള്ള ശിക്ഷയാക്കി കിട്ടും എന്ന് 100% പ്രതീക്ഷിക്കാം. ഇപ്പോൾ ഈ ഒരു പരാതിയിൽ പറയുന്നത് തന്റെ അസാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുവെന്നും ഈ ദമ്പതികൾക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നം പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയെന്നുമാണ് പറയുന്നത്. എന്നാൽ ഒരു തവണ പോലും ഈ ഭർത്താവിനെ ഇതും പറഞ്ഞ് വിളിച്ചിട്ടും ഇല്ല എന്നും ഈ പരാതിയിൽ പറയുന്നുണ്ട്. ഇതിപ്പോൾ ഈ കേസെടുത്ത് അന്വേഷണം പുരോഗമിക്കാനുള്ള ഒരു സാധ്യത അതൊക്കെ എത്രത്തോളം ഉണ്ട്? തീർച്ചയായിട്ടും വഞ്ചകനാണ്. ഒരു ഭർത്താവിന്റെ അസാന്നിധ്യത്തിൽ ഭാര്യയെ വശീകരിച്ചുകൊണ്ട് അവർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചൂഷണം ചെയ്യുമായിരുന്നു. ഇയാളൊരു മനുഷ്യജന്മമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. അയാളെ വാസ്തവത്തിൽ ഈ ചാനലിലൊക്കെ കാണുമ്പോൾ നമുക്ക് അറപ്പ് തോന്നുവാണ്. അതായത് ഒരു പത്രബന്ധിയായ ഒരു യുവതിയെ അല്ലെങ്കിൽ ഭർത്താവ് ഒരു ഭാര്യയെ ഈ രീതിയിൽ വശീകരിച്ച് അയാള് പീഡിപ്പിക്കുക, അതിനുശേഷം നിർദ്ദയം തന്നെ അവരുടെ ഗർഭം 3-ാം മാസത്തിൽ ലക്ഷിപ്പിക്കാൻ അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മരണത്തിന്റെ വക്കിലേക്ക് എത്തുന്ന രീതിയിലുള്ള മരുന്നുകൾ കൊടുക്കുക, എന്നിട്ട് ഭീഷണിപ്പെടുത്തുക. അത് കേട്ടുകേൾവി വരുമില്ല. ഇയാളെ അതാ പറഞ്ഞത് ഇയാളൊരു വേട്ടക്കാരനാണെന്ന് പറയുന്നത്. ഇയാളെ ശരിക്കും പറഞ്ഞ ഒരു സൈക്കോ പാത്താണെന്നൊരു സംശയമുണ്ട്. മാനസികമായി എന്തോ പ്രശ്നമുണ്ടാണ്. അയാൾ നമ്മുടെ നിയമസഭയിൽ പ്രവേശിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ കോൺഗ്രസ് ഉള്ള പാർട്ടി ഏതൊരു വ്യക്തിക്കും നിയമസഭാ സീറ്റ് കൊടുക്കും. എവിടുന്ന് വന്ന ആളാണെങ്കിലും അത് എത്ര ദൂരത്തിലാണെങ്കിലും അയാളെ കൊണ്ട് ലാൻഡ് ചെയ്യിപ്പിക്കുന്നുള്ളതിന്റെ ഏറ്റവും അവിഞ്ഞ ഉദാഹരണമാണ് ഇയാൾക്ക് പാലക്കാട് സീറ്റ് നൽകിയെന്നുള്ളവരും. അതിനുശേഷം ഈ പാർട്ടി ഏറ്റുവാങ്ങുന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നിയമം അദ്ദേഹത്തിന് കർശനമായ രീതിയിൽ നിയമത്തിന്റെ പിടിയിലേക്കാണ് പോകുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാം, അതിന് കാത്തിരിക്കാം. ശരി, വളരെയധികം നന്ദി ശ്രീ റെജി ലൂക്കോസ് ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തായാലും വീണ്ടും കുരുക്ക് മുറുകുകയാണ്. പരാതിക്കാരുടെ ഭർത്താവ് രംഗത്തെത്തിയിരിക്കുകയാണ്. തന്റെ കുടുംബജീവിതം തകർത്തെന്നാണ് മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയിൽ ഈ യുവതിയുടെ ഭർത്താവ് പറയുന്നത്. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ ആദ്യ ലൈംഗിക അതിക്രമ കേസിലെ 2ാം പ്രതി ജോബി ജോസഫിന്റെ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് വന്നിട്ടുണ്ട്. രജീഷ് നരിക്കുനി ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. രജീഷ്, ഈ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ഈ കോടതിയുടെ വിധിയിൽ പറയുന്നത്? അവണിയും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ആദ്യ ലൈംഗിക പരാതി കേസിലെ 2ാം പ്രതിയാണ് ജോബി ജോസഫ്. ഈ ജോബി ജോസഫിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻ കോടതി പരിഗണിച്ചിരുന്നു. പരിഗണിച്ച സമയത്താണ് ഇപ്പോൾ ജാമ്യം നൽകാനുള്ള ഒരു ഉത്തരവ് കോടതി പുറപ്പെടുവിച്ചിരിക്കുന്നത്. രാഹുലിന്റെ നിർദ്ദേശപ്രകാരം സുഹൃത്ത് ജോബി ജോസഫ് ഗർഭചിത്രത്തിനുള്ള ഗുളിക കൈമാറിയെന്നായിരുന്നു പരാതിക്കാരുടെ മൊഴി. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ജോബിയെ കേസിലെ 2ാം പ്രതിയേക്ക് കേസെടുത്തിരിക്കുന്നത്. എന്നാൽ ഇന്ന് കോടതി പരിഗണിച്ച
പരിഗണിച്ചു. അതിനുശേഷം ഉപാധികളോടെയാണ് ഇപ്പോൾ ജാമ്യം അനുഭവിച്ചിരിക്കുന്നത്. അന്വേഷണ സംഘം എപ്പോൾ ആവശ്യപ്പെട്ടാലും ഹാജരാകണം നടക്കമുള്ള ഉപാധികൾ ഇതിലുണ്ട്. ഈ ജാമ്യ ഉത്തരവ് പുറത്തു വന്നാൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമാകും. എന്തായാലും നിർബന്ധിച്ച് ഗർഭചിത്രത്തിനുള്ള ഗുളിക നൽകി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ കേസിലെ രണ്ടാം പ്രതിയാണ് ജോബി. ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് നേരത്തെ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാം പ്രതിക്കും കോടതി ഇപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിട്ടുള്ളത്. ശരി, രജീഷ് നരിക്കുനിയാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ആദ്യ ലൈംഗിക അതിക്രമ കേസിലെ രണ്ടാം പ്രതിയായ ജോബി ജോസഫിന് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. രാഹുലിന്റെ നിർദ്ദേശപ്രകാരം സുഹൃത്ത് ജോബി ജോസഫ് ഗർഭഛിദ്രത്തിനുള്ള ഗുളിക കൈമാറിയെന്നാണ് പരാതിക്കാരി മൊഴി നൽകിയിരുന്നത്. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞിരിക്കുന്നത്. ഇടവേള. ന്യൂയോർക്ക് സിറ്റി മേയർ തിരഞ്ഞെടുപ്പിൽ ചരിത്ര വിജയം നേടിയിരിക്കുകയാണ് ഡെമോക്രാറ്റിക് സോഷ്യലിസ്റ്റ് നേതാവായ സൊഹ്റാൻ മംദാനി. 34-കാരനായ മംദാനി ന്യൂയോർക്ക് സിറ്റിയുടെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറും ആദ്യത്തെ മുസ്ലിം ദക്ഷിണേഷ്യക്കാരനുമാണ്. 2020 നവംബറിലാണ് ന്യൂയോർക്ക് സംസ്ഥാന അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. തൊഴിലാളി വർഗത്തിന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിലും നഗരത്തിലെ ചിലവേറിയ ജീവിതത്തിന് പരിഹാരം കാണുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് മംദാനി രാഷ്ട്രീയത്തിൽ സജീവമായത്. മുൻ ഗവർണർ ആൻഡ്രൂ കോമോ, റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി കർട്ടിസ് ലീവ എന്നിവരെ പരാജയപ്പെടുത്തിയാണ് മംദാനി ന്യൂയോർക്ക് മേയർ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ന്യൂയോർക്കിലെ 5 ബറോകളിൽ 4 മുന്നിലായിരുന്ന മംദാനി മുൻ ഗവർണർ ആൻഡ്രൂ എം ക്യൂമോയെ 50.6% വോട്ടുകൾ നേടി പരാജയപ്പെടുത്തി. ജീവിത ചെലവും കുടിയേറ്റവുമായിരുന്നു തിരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെട്ട പ്രധാന വിഷയങ്ങൾ. ന്യൂയോർക്കിലെ 111ാമത് മേയർ സ്ഥാനത്തേക്കുള്ള തിരഞ്ഞെടുപ്പ് സമീപകാല US ചരിത്രത്തിലെ തന്നെ ഏറ്റവും വാശിയേറിയ പോരാട്ടങ്ങളൊന്നായിരുന്നു. 2025 ജനുവരിയിൽ ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൗസിൽ തിരിച്ചെത്തിയതിനു ശേഷം നടന്ന ആദ്യത്തെ പ്രധാന വോട്ടെടുപ്പാണിത്. സൊഹ്റാൻ മംദാനിയുടെ വിജയം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുരോഗമനപരമായ ചിന്താഗതിക്കും മറ്റ് മതങ്ങളിൽപ്പെട്ടവർക്ക് ലഭിക്കുന്ന പ്രാധാന്യം വർദ്ധിക്കുന്നതിന്റെ സൂചനയായും വംശീയതയോടുള്ള ചെറുത്തുനിൽപ്പായും കണക്കാക്കുന്നു. ഡെമോക്രാറ്റിക് പാർട്ടിയെ പിന്തുടരുന്ന മംദാനിയുടെ ഇടത് ആശയങ്ങളോടുള്ള താല്പര്യം 100% കമ്മ്യൂണിസ്റ്റ് എന്ന ട്രംപിന്റെ വിമർശനത്തെ ശരിവെക്കുന്നുവെങ്കിലും സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച് തർക്കമുയരുന്നുണ്ട്. അതേസമയം ട്രംപ് വിരുദ്ധ രാഷ്ട്രീയം ശക്തിപ്പെടുന്ന സൂചനയും ഈ വിജയം നൽകുന്നു. ന്യൂയോർക്ക്, ന്യൂജേഴ്സി, വിർജീനിയ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങളിലെ ഡെമോക്രാറ്റിക് വിജയങ്ങൾ ട്രംപിന്റെ രണ്ടാം ഭരണകാലത്തെക്കുറിച്ചുള്ള അമേരിക്കയുടെ രാഷ്ട്രീയ മനോഭാവത്തിന്റെ ആദ്യ സൂചനയായാണ് വിലയിരുത്തുന്നത്. പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്ര സംവിധായിക മീര നായരുടെയും ഉഗാണ്ടൻ അക്കാദമിഷ്യൻ മഹമ്മൂദ് മംദാനിയുടെയും മകനാണ് സൊഹ്റാൻ മംദാനി. 2002 ഗുജറാത്ത് കലാപത്തിൽ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തുവെന്നാരോപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിച്ചതിലൂടെ മംദാനി ശ്രദ്ധ നേടിയിരുന്നു. മോദിയെ യുദ്ധ കുറ്റവാളി എന്ന് വിളിച്ച അദ്ദേഹം നെതന്യാഹുവിനോട് താരതമ്യം ചെയ്തു. പൗരത്വ ഭേദഗതി നിയമത്തിന്റെയും അയോധ്യ രാമക്ഷേത്ര പ്രസ്ഥാനത്തിന്റെയും തുറന്ന വിമർശകനായിരുന്നു സൊഹ്റാൻ മംദാനി. തൊണ്ടിമുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രി ആന്റണി രാജു കുറ്റക്കാരനെന്ന് കോടതി. നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കേസിൽ വിധി പ്രസ്താവിച്ചത്. 1990 ഏപ്രിൽ 4 നടന്ന സംഭവത്തിലാണ് 35 വർഷത്തിന് ശേഷം വിധി ഉണ്ടായിരിക്കുന്നത്. കേറ്ററ്റ് നിർബന്ധമാക്കിയ ഉത്തരവ് സർക്കാർ മരവിപ്പിച്ചു. സുപ്രീംകോടതിയുടെ ഉത്തരവിനെ തുടർന്നായിരുന്നു അധ്യാപകർക്ക് കേറ്ററ്റ് നിർബന്ധമാണെന്ന് ഉത്തരവ് സർക്കാർ ഇന്നലെ ഇറക്കിയത്. ഇതിനെതിരെ അധ്യാപക സംഘടനയുടെ ഭാഗത്തുനിന്ന് ശക്തമായ പ്രതിഷേധമുണ്ടായതിനെ തുടർന്നാണ് സർക്കാർ പിന്നോട്ടു പോയത്. അധ്യാപക സംഘടനകളുടെ പ്രതിഷേധം വിഷയം മനസ്സിലാക്കാതെയാണെന്നും സുപ്രീംകോടതി ഉത്തരവിന് റിവിഷൻ ഫയൽ ചെയ്യുമെന്നും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. കേറ്ററ്റ് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീംകോടതിയുടെ ഉത്തരവിനെതിരെ റിവ്യൂ പെറ്റീഷൻ ഉടൻ ഫയൽ ചെയ്യുന്നതാണ്. അതിനായി അഫിഡവിറ്റ് തയ്യാറാക്കി അഡ്വക്കേറ്റ് ജനറലിന് കൈമാറിയിട്ടുണ്ട്. സുപ്രീംകോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 1/1/2026 കേറ്ററ്റ് യോഗ്യതയുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ആ ഉത്തരവിനെതിരെ അധ്യാപക സംഘടനകളുടെ ഭാഗത്തുനിന്ന് പ്രതിഷേധവും ആ ഉത്തരവിന്റെ
കാര്യങ്ങൾ മനസ്സിലാക്കാതെയുമുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 1/1/2026 ഇറക്കിയിട്ടുള്ള ഗവൺമെന്റ് ഇറക്കിയിട്ടുള്ള ഉത്തരവ് താൽക്കാലികമായി മരവിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ന്യായവിധിയിലെ നിർദ്ദേശങ്ങൾ പ്രകാരം എല്ലാ അധ്യാപകരുടെയും നിയമനത്തിനും RTE നിയമനം നടപ്പിലാക്കുന്നതിന് മുമ്പ് നിയമിക്കപ്പെട്ട സർവീസിലുള്ള അധ്യാപകർക്കും സ്ഥാനക്കയറ്റത്തിന് അർഹത ലഭിക്കുന്നതിനും അധ്യാപക യോഗ്യതാ പരീക്ഷ ടെറ്റ് നിർബന്ധിത യോഗ്യതയാക്കി മാറ്റിയിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. വിരമിക്കാൻ 5 വർഷത്തിൽ കൂടുതൽ ശേഷിക്കുന്ന അധ്യാപകർക്ക് സർവീസിൽ തുടരുന്നതിന് 2 വർഷത്തിനുള്ളിൽ ടെറ്റ് യോഗ്യത നേടണമെന്നും ബഹുമാനപ്പെട്ട കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാത്തപക്ഷം അവർക്ക് അധ്യാപക ജോലിയിൽ നിന്നും പുറത്താകേണ്ടി വരുന്നതാണെന്നും ബഹുമാനപ്പെട്ട പരമോന്നത കോടതി വിധിച്ചിട്ടുണ്ട്. അതേസമയം വിരമിക്കാൻ 5 വർഷത്തിൽ താഴെ മാത്രം ശേഷിക്കുന്ന അധ്യാപകർക്ക് ടെറ്റ് യോഗ്യത ഇല്ലെങ്കിലും സർവീസിൽ തുടരാമെന്നും എന്നാൽ ഈ അധ്യാപകർക്ക് ടെറ്റ് യോഗ്യത നേടുന്നവരെ സ്ഥാനക്കയറ്റത്തിനുള്ള അർഹത ഇല്ല എന്നും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി സ്പഷ്ടം ആക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ വാഹനാപകടത്തിൽ ഒരു മരണം. പത്തടിപ്പാലത്ത് ദേശീയപാതയിലാണ് അപകടമുണ്ടായത്. കാർ ബൈക്കിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ബൈക്ക് യാത്രികനായ കളമശ്ശേരി സ്വദേശി സാജു ആണ് മരിച്ചത്. ഒപ്പമുണ്ടായിരുന്ന ആൾ ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. ഇന്നലെ രാത്രിയാണ് അപകടം ഉണ്ടായത്. തൃശൂർ നെല്ലായിയിൽ ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് യുവാവ് മരിച്ചു. അങ്കമാലി മാങ്ങാട്ടുകര പനങ്ങാട്ട് പറമ്പിൽ വീട്ടിൽ നിധിനാണ് മരിച്ചത്. ദേശീയപാത നെല്ലായി തൂപ്പൻകാവ് പാലത്തിന് സമീപത്തായിരുന്നു അപകടം. കൂടെയുണ്ടായിരുന്ന സുഹൃത്തിന് നിസ്സാര പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ നിധിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മലപ്പുറം വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ സ്വിഫ്റ്റ് ബസ് നിയന്ത്രണം വിട്ട് 4 പേർക്ക് പരിക്ക്. പുലർച്ചെ 5 മണിയോടെയാണ് അപകടം. തിരുവനന്തപുരത്ത് നിന്ന് കൽപ്പറ്റയിലേക്ക് 50-ലധികം യാത്രക്കാരുമായി പോയ KSRTC സ്വിഫ്റ്റ് ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. പരിക്കേറ്റവരെ വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാസങ്ങളായി റോഡിൽ കലുങ്ക് നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നുണ്ടെന്നും എന്നാൽ മുന്നറിയിപ്പ് ബോർഡ് ഇല്ലാതിരുന്നതാണ് അപകടത്തിന് കാരണമെന്നും ബസ് ജീവനക്കാർ പറഞ്ഞു. വർക്ക് നടക്കുന്നതായിട്ട് മനസ്സിലാക്കാനുള്ള അടയാളങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ബോർഡ് ഉണ്ടായിരുന്നത് സൈഡിലായിട്ട് മാറ്റിവെച്ച രീതിയിലാണ് കണ്ടത്. ഫ്രീ ആയി കിടക്കുന്ന റോഡാണ്. അപ്പോൾ അങ്ങനെ വന്ന് വെളിച്ചം കുറവായിരുന്നു. ഇതിങ്ങനെ വർക്ക് നടക്കുമ്പോൾ ആ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇതിൻ്റെ സുരക്ഷ റോഡ് ഉപയോഗിക്കുന്ന ബാക്കിയുള്ള ആളുകൾക്കുള്ള സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ചുമതല അവർക്കാണ്. അവരത് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ അപകടങ്ങൾ സംഭവിക്കുന്നത്. പലതും ചില സമയങ്ങളിൽ കാണൂല. രാത്രി ഓപ്പോസിറ്റ് സൈഡിലൊക്കെ വരുന്ന വാഹനങ്ങളുടെ വെളിച്ചം കൊണ്ട് കാണാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. വണ്ടിയിൽ ഒരു 60-65 പേരുണ്ടായിരുന്നു. വളാഞ്ചേരിയിൽ നിന്ന് കയറിയ ആളുകളുണ്ടായിരുന്നു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.